ഹലോ ഗൈസ്, ഒരു വാഹനത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റാണ് റെഗുലേറ്റർ റെക്ടിഫയർ. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ മെയിൻ കമ്പോണൻ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്ററും ബാറ്ററിയും പിന്നീട് വരുന്ന ഒരു സാധനമാണ് റെഗുലേറ്റർ റെക്ടിഫയർ. അപ്പോൾ ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഒരു റെഗുലേറ്റർ റെക്ടിഫയർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫങ്ഷനാണ്. നമ്മുടെ ആൾട്ടർനേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന AC കറണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ റെക്ടിഫൈ ചെയ്ത് DCയിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വോൾട്ടേജ് ഔട്ട്പുട്ട് കൊടുക്കുക എന്നതാണ് റെഗുലേറ്റർ റെക്ടിഫയറിൻ്റെ ഫങ്ഷൻ. ഒരു ആൾട്ടർനേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 25 വോൾട്ട് മുതൽ അപ് ടു 90 അല്ലെങ്കിൽ 85 വോൾട്ട് വരെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു AC കറണ്ടാണ്. അപ്പോൾ ഈ AC കറണ്ടിനെ നമുക്ക് ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കത് DCയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെഗുലേറ്റർ റെക്ടിഫയർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഈ ആൾട്ടർനേറ്ററിൽ നിന്ന് വരുന്ന AC കറണ്ടിനെ കൺവേർട്ട് ചെയ്ത് DC കറണ്ടാക്കും. പക്ഷേ നമ്മുടെ സാധാ ഒരു ലെഡ് ആസിഡ് ബാറ്ററി അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ വരുന്ന ഒരു 12 വോൾട്ട് ബാറ്ററി എന്ന് പറയുന്നത് അതിന് ചാർജ് ചെയ്യാൻ വേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത് 13.5 വോൾട്ട് മുതൽ 14.7 വോൾട്ട് വരെയാണ്. അപ്പോൾ ഈ ആൾട്ടർനേറ്ററിൽ നിന്ന് വരുന്ന 25 വോൾട്ട് മുതൽ 85 വോൾട്ട് വരെയുള്ള ഔട്ട്പുട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആയിട്ടുള്ളൊരു 13.7 അല്ലെങ്കിൽ 14.2 വോൾട്ടിൽ ഔട്ട്പുട്ട് കൊടുക്കുക എന്നതാണ് ഈ ഒരു റെഗുലേറ്ററിൻ്റെ ഫങ്ഷൻ. ആ ഔട്ട്പുട്ട് കൊണ്ടാണ് നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഒരു ചാർജിങ് കണ്ടീഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വോൾട്ടേജ് ഔട്ട്പുട്ട് കൊടുക്കുക എന്നതാണ് നമ്മുടെ റെഗുലേറ്ററിൻ്റെ ഫങ്ഷൻ. ഈ കാണുന്നത് ഒരു പുതിയ റെക്ടിഫയർ ആണ്. നമ്മുടെ ബജാജ് പൾസർ 220F 2011 മോഡലിൻ്റെയാണ്. ഇതിൻ്റെ പഴയ റെഗുലേറ്റർ റെക്ടിഫയർ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ പാർട്ട് നമ്പർ എന്ന് പറയുന്നത് DK201001 എന്നാണ്. ബജാജിൻ്റെയാണ് ഈ പാർട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് മെത്തഡോളജി നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു മൾട്ടിമീറ്ററാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ട് അതിൻ്റെ ഡയോഡ് ടെസ്റ്റിംഗ് മോഡിലേക്ക് ഇടുക. ഈ സിമ്പിളുള്ളതാണ് ഡയോഡ് ടെസ്റ്റിംഗ് മോഡ്. എന്നിട്ട് മൾട്ടിമീറ്ററിൻ്റെ 2 ലീഡ് ഉണ്ടാവും, പോസിറ്റീവ് ലീഡും നെഗറ്റീവ് ലീഡും. ഈ പോസിറ്റീവ് ലീഡ് നമ്മൾ ഫോർവേഡ് ബയാസ് ടെസ്റ്റിനായിട്ട് ഈ റെഗുലേറ്റർ റെക്ടിഫയറിൻ്റെ നെഗറ്റീവ് വയറിലേക്ക് കൊടുക്കും. ഇതാണ് പൾസർ 220യുടെ നെഗറ്റീവ് വയർ. ഈ കാണുന്ന 3 ഫേസുകളിൽ നമ്മൾ ഈ റെക്ടിഫയർ ടെസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ലീഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണിക്കുന്നത് 1019 അല്ലെങ്കിൽ 1018 രണ്ടാമത്തേതിൽ കണക്ട് ചെയ്യുമ്പോൾ 1028 ആ റേഞ്ചിലാണ് കാണിക്കുന്നത്. മൂന്നാമത്തേതിൽ കണക്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് സെയിം ഒരു 1027 ഒക്കെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ സെയിം ടെസ്റ്റ് പുതിയ റെഗുലേറ്റർ റെക്ടിഫയർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പുതിയ റെഗുലേറ്റർ റെക്ടിഫയറിൻ്റെ നെഗറ്റീവ് ടെർമിനൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ കാണുന്ന പോസിറ്റീവ് ലീഡുകളിൽ അല്ലെങ്കിൽ ഫേസുകളിൽ 3 ഫേസുകളുണ്ടല്ലോ, ആ ഫേസുകളിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം 628, 617, 616 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ 3 ലീഡുകളിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് പഴയ റെക്ടിഫയറും പുതിയ റെക്ടിഫയറും തമ്മിൽ വളരെ വലിയ ഡിഫറൻസ് ആണ് കാണുന്നത്. ഇനി നമുക്കിത് റിവേഴ്സ് ബയാസിൽ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ റിവേഴ്സ് ബയാസിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് വയർ അല്ലെങ്കിൽ ലീഡ് റെക്ടിഫയറിൻ്റെ നെഗറ്റീവിലും പോസിറ്റീവ് നമ്മൾ ഓരോ ഫേസിലും കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യും. നമുക്കിവിടെ ഓരോന്നിലും കണക്ട് ചെയ്യുമ്പോൾ മൾട്ടിമീറ്റർ 1 എന്നാണ് കാണിക്കുന്നത്. 1. പക്ഷെ നമ്മൾ ഈ സെയിം ടെസ്റ്റ് നമ്മുടെ പഴയ റെക്ടിഫയറിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുന്നത്
1554, 1555, 1558. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഓൾഡ് റെഗുലേറ്റർ റെക്ടിഫയർ ഫെയിലാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് രണ്ട് ബയാസിലും ഇത് വോൾട്ടേജ് കടത്തിവിടുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ റെഗുലേഷനും ശരിയല്ല. കാരണം നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ 12.5, 12.3 ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുതിയ റെഗുലേറ്റർ റെക്ടിഫയർ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ റെഗുലേറ്റർ റെക്ടിഫയർ ടെസ്റ്റ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.